നമ്മുടെ പ്ലംബിംഗ് മേഖലയിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ടെക്നോളജി ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ സേവിംഗ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഉപയോഗിക്കുന്ന വെള്ളം മാക്സിമം നമുക്ക് സേവ് ചെയ്യുന്ന രീതിയിലുള്ള ഫോസെറ്റ്സ് അല്ലെങ്കിൽ വാട്ടർ ക്ലോസറ്റുകൾ, സ്മാർട്ട് ഫോസറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു സെൻസറിന്റെ സഹായത്തോടെ നമ്മൾ പുതിയൊരു ടെക്നോളജി നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി വെള്ളം സേവ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി വെയറൊക്കെ നോർമൽ സെറാമിക്കിലാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഹെൽത്തിന് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ ഒത്തിരി നമുക്ക് ഡാമേജസ് ആക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് അത് മാറിയിട്ട് ഇപ്പം സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാമ്പു പോലത്തെ മെറ്റീരിയലൊക്കെ നമുക്ക് ഇനി കൂടുതലായിട്ട് സാനിറ്ററി വെയറിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് പ്ലംബിംഗ് ആണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലംബിംഗ് സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും എററോ അല്ലെങ്കിൽ കംപ്ലൈൻസോ അല്ലെങ്കിൽ ലീക്കേജോ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും അത് നമുക്ക് പരിഹരിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് സ്മാർട്ട് പ്ലംബിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിക് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്ററി വെയർ അല്ലെങ്കിൽ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെൽഫ് ക്ലീനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ഫിക്സേഷൻ സാനിറ്ററി വെയർ ഒക്കെ നമുക്ക് വരുന്നുണ്ട്.